അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഈ സ്കൈലാബ് പോലെയുള്ള വലിയ സ്കൂള് പോലെയുള്ള വലിയ ആസ്ട്രോണമിക്കലായിട്ടുള്ള ആസ്ട്രോനോട്ട്സുകളൊക്കെ പോകുന്ന സ്ഥലമില്ലേ, അതുപോലെ വൈമാനികരും അതുപോലെ വ്യോമസഞ്ചാരികളൊക്കെ സഞ്ചരിക്കുന്നതും വ്യോമ പേടകങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ എത്രയോ വലിയ ഈ സ്കൂളിനേക്കാളും 3 നില 4 നിലയുള്ള റോക്കറ്റാണ് കത്തിച്ച് വിടുന്നത്. പക്ഷെ ചൊവ്വയിലൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ എന്തുമാത്രം ഉണ്ടാവും? അത് പാരച്യൂട്ടിൽ ഒരു ക്യാമറ മാത്രമേ ഇറങ്ങണം, അവിടെ വേറെ ഒന്നും ഇറങ്ങണില്ല. ബാക്കിയെല്ലാം കത്തി അടന്നടന്ന് പോകും. നിങ്ങളുടെ വഴികളിൽ കത്തി അടന്നടന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഓർക്കുക, ലാൻഡിങ്ങിന് ആവശ്യമില്ലാത്ത സാധനങ്ങളിൽ പോണത്. ചിലപ്പോൾ ഭർത്താവ് മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ ഭാര്യ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ മക്കൾ മരിച്ചു പോയെന്ന് വരും, ചിലപ്പോൾ കൂട്ട് വിട്ടുപോയെന്ന് വരും. ഇതിങ്ങനെ കുറേ പോകേണ്ടതെല്ലാം പോകും. കാര്യം വന്നു ചേർന്നതെല്ലാം പോകേണ്ടതാണ്, നിലനിൽക്കുന്ന ദൈവം മാത്രം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നിന്നെ പോലൊരു ദൈവമില്ല, നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതമാ അതിശയമാ നീ മാത്രം ദൈവമെന്നും. അയ്യോ ഭാവികൾ ഇവിടെ ഇരുന്നുണ്ട്, അയ്യോ അച്ഛൻ പറഞ്ഞല്ല ഭാര്യ മരിച്ചു പോകും ദൈവമേ എന്നും പറഞ്ഞ് 4 കളെ വേണ്ടി ഇവിടുന്ന് ഓടിക്കളയരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവത്തിന് തോന്നണം എല്ലാത്തിനേക്കാൾ ഉപരി നിങ്ങൾ ദൈവത്തിനെയാണ് സ്നേഹിക്കണം എന്നുണ്ട്. നിങ്ങൾ വേറെ ജോലി നഷ്ടപ്പെട്ടേ എന്ന് പറഞ്ഞ് ഉടനെ കാറിക്കൂവി 2 ദിവസം ഭക്ഷണം കഴിച്ചില്ല, 3-ാമത്തെ ദിവസം കട്ടിലേക്ക് വന്ന് കിടന്നെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ദൈവം നിങ്ങളെ അസസ് ചെയ്തില്ലേ? നീ ഒരു ജഡപ്പണ്ടാരമാണെന്നുള്ളത് അസസ് ചെയ്തില്ലേ? പിന്നെ ദൈവം നിനക്ക് വേണ്ടി എന്തിനാണ് മുതൽ മുടക്കണത്? ഇതാണ് പ്രശ്നം. ഇപ്പം നിൻ്റെ ഒരു പ്രേമം പോയെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ കല്യാണം പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സ്ത്രീ വന്നിട്ടുണ്ടായിരുന്നു, അവളുടെ കല്യാണം ഒത്തത് പിന്നെ പോയെന്ന്. ഞാൻ പറഞ്ഞു പോകാനുള്ളതൊക്കെ പോകും, ദൈവം പണി നോക്കിയെന്ന് പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊക്കെ, നീ പ്രാർത്ഥനയിലുള്ള വ്യക്തിയല്ലേ, നീ ഉടമ്പടിയിലുള്ള വ്യക്തിയല്ലേ, അപ്പം നിനക്ക് അഹിതമായ ദൈവത്തിന് അഹിതമായ സാധനങ്ങളൊക്കെ പോകും. നീ എന്തിനാണ് അവളോട് ചാറ്റാനും ചീറ്റാനും പോയത്? അതിലെ പ്രശ്നമായി പോയത്. ചുമ്മാ ഒരു ചെറുക്കനെ കണ്ടു അല്ലെങ്കിൽ പെണ്ണിനെ കണ്ട് കെട്ടാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഉടനെ മൊബൈലും മേടിച്ച് ചാറ്റും ചീറ്റും തുടങ്ങിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താ? അപ്പോൾ എനിക്ക് ഉടമ്പടിയും ഇല്ല, ദൈവവും ഇല്ല, മാതാവും ഇല്ല, ജീവിതവും ഇല്ല. അപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവൾ മാത്രമേ ഉള്ളൂ. ഈ സാധനമൊക്കെ എടുത്ത് കളയും, എടുത്ത് മാറ്റപ്പെടും. അതായത് ദൈവത്തിനേക്കാൾ പ്രാധാന്യം നിൻ്റെ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയും നിത്യജീവനം അപകടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ എല്ലാം അന്തിക്രിസ്തുവാണ്. അന്തിക്രിസ്തു നമ്മൾ കേട്ടിട്ടുണ്ട്. അന്തിക്രിസ്തു ഇപ്പം തന്നെ ലോകത്തിലുണ്ടെന്ന് പറയുന്നു. അതെന്താ ലോകത്തിലുണ്ടെന്നാണ് പറയണത്? എന്നുവെച്ചാൽ ആരിലാണ് ലോകാരൂപിയുള്ളത്? അവനിൽ അന്തിക്രിസ്തു ഉണ്ട്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. അവൻ പറഞ്ഞ യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത് ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ അയാളിൽ അന്തിക്രിസ്തു ഉണ്ട്, ക്രിസ്തുവിനെതിരായിട്ടുള്ള ശക്തി ഉണ്ടെന്ന് അർത്ഥം. ഇവിടെ പ്രോബ്ലം വരണത് ഒരു വ്യക്തി ലോകാരൂപിയിലാണ് നയിക്കപ്പെടുന്നത് എങ്കിൽ ആ വ്യക്തിയിൽ അന്തിക്രിസ്തുവുണ്ട്. എന്നുവെച്ചാൽ ക്രിസ്തുവിനെതിരായ ശക്തിയുണ്ട്. ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചോദിച്ചുകൊണ്ട് നടക്കുമ്പോഴേ ക്രിസ്തു നിന്നിൽ വസിക്കുന്നില്ല. മനസ്സിലായില്ലേ?
ക്രിസ്തുവിനെതിരായ ശക്തി നീ തന്നെ ചുവന്നുകൊണ്ട് നടക്കണം വിചാരിച്ചോ. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നിനക്ക് ഇപ്പം അതായത് നിൻ്റെ മകളുടെ കല്യാണം, ഒരു അമ്മയും മകളും തമ്മിൽ ഇപ്പം സംസാരിക്കണില്ല. എന്താ സംസാരിച്ചത്? ഉടമ്പടി എടുത്തതാണ്, പക്ഷെ മകൾ അമ്മയോട് സംസാരിക്കത്തില്ല. അപ്പം ഞാൻ ചോദിച്ചത്, എന്താടി ഇപ്പം നീ ഉടമ്പടി എടുത്തിട്ട് അമ്മയും മകളും എന്താ സംസാരിക്കാത്തത്? അതല്ല അച്ഛാ, അമ്മയുടെ തനിനിറം കണ്ടപ്പോൾ പിന്നെ സംസാരിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ തനിനിറം? അതല്ല, ആ ചെറുക്കൻ്റെ വീട്ടുകാർ കിടന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കി. അവർക്ക് ഏതാണ്ട് 20 കൊടുക്കാമെന്ന് പറഞ്ഞാണ്. 20 പവൻ്റെ അകത്ത് 17.5 പവനൊത്ത് അമ്മയുടെ കഴുത്തിലൊരു മാല കിടപ്പുണ്ട്. അത് അപ്പം പറഞ്ഞ്, എടി അത് വാങ്ങിക്കാം, അതിനകത്ത് 1 പവൻ നീ എടുത്തിട്ട് 2.5 പവനാ പറ്റിയാണ്, ബാക്കി അവൾക്ക് കൊടുത്ത് വിടാനില്ലാന്ന് കൊന്നെന്ന് പറഞ്ഞ ഈ തള്ള അത് ഊരത്തില്ല. ഉടമ്പടിയൊക്കെ ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞാലും, യേശുവേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലും സംഭവം സൂത്രമാണ്. എന്ത് സംഭവിച്ചു? അതായത് സ്വന്തം മകൾക്ക് പോലും ഒരു പണയുടെ പൊന്ന് കൊടുത്തിട്ട് അവളെ കെട്ടിച്ച് വിടാനുള്ള മാനസികാവസ്ഥയില്ല, സ്വർണ്ണക്കൊതിച്ചിയായിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇയാളിൽ അവരിൽ തന്നെ അന്തിക്രിസ്തു ഉണ്ട്. സ്വന്തം മകൾക്ക് കൊടുക്കാത്തവർ ഭർത്താവിന് കൊടുക്കുക, സ്വന്തം മക്കൾക്ക് കുടുംബത്തിൽ കൊടുക്കാത്തവർ നാട്ടുകാർക്ക് കൊടുക്കുക. ഒരിക്കലുമില്ല. ക്രിസ്തുവിനെ കൈമാറാൻ അവർക്ക് പറ്റത്തില്ല. ക്രിസ്തു കൈമാറ്റം എന്ന് പറയണത് നമ്മൾ നഷ്ടം സഹിച്ച് ത്യാഗം സഹിച്ച ഒരു ക്രിസ്തു നാമത്തിൽ കൊടുക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ അരൂപിയാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ ദൈവസ്നേഹത്തെക്കാൾ ഉപരി സ്വർണ്ണത്തെ അവർ സ്നേഹിക്കുന്നു, അതാണ് പ്രശ്നം. ലോകത്തിലായിരിക്കുമ്പോൾ ഇപ്പം തന്നെ ലോകത്തിൽ അവരുണ്ട്. ആ ലോകത്തിൽ ആരെല്ലാം ക്രിസ്തുവിനേക്കാൾ ഉപരി ദ്രവ്യത്തെ സ്നേഹിച്ചോ അതിന് വിഗ്രഹാരാധന എന്ന് പറയും. അല്ല, മറ്റുള്ളവർ പറയണമല്ലോ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കണമല്ല. വിഗ്രഹ ആരാധന എന്ന് പറയണത് ദൈവത്തിനേക്കാൾ ഉപരി വേറെ വ്യക്തികളോ വസ്തുക്കളോ വിഷയങ്ങളെയോ ഇനി ജോലിയെ പോലും സ്നേഹിച്ചു പോയാൽ അതൊരു അന്തിക്രിസ്തുവായിട്ട് മാറും. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെക്കാൾ ഉപരി കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് പറയണം. കർത്താവിൻ്റെ ഇഷ്ടം. ഇപ്പോൾ നിങ്ങളെന്താ പറയണത്? ഞാൻ എൻ്റെ കൊച്ചിന് വേണ്ടിയാണ് അച്ഛാ ഉടമ്പടി ചെയ്തത്. ഇപ്പം 3 പ്രാവശ്യം പുതുക്കിയെന്ന് പറഞ്ഞ് ദൈവത്തെ വരട്ടുകയാണേ. തരിമിച്ച ആ കൊച്ചിന് വേണ്ടിയാണ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണത്. ആ കൊച്ചിന് വേണ്ടിയാണ് ഞാൻ ക്രിസ്തുവിൽ ത്യാഗം അനുഭവിക്കുന്നത്. അപ്പോൾ ആരാണ് വിഗ്രഹം? കൊച്ചാണ്. അപ്പോൾ കൊച്ചാണ് അന്തിക്രിസ്തു അവിടെ. അത് ക്രിസ്തുവിനേക്കാൾ പ്രാധാന്യം നീ ആർക്ക് കൊടുത്താലും, അത് കുഞ്ഞായാലും കുട്ടിയായാലും വലുതായാലും അന്തിക്രിസ്തുവായിട്ട് മാറും. എപ്പോഴും ഓർക്കേണ്ട ഇതാണ്, ക്രിസ്തു നിങ്ങൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിനായിരിക്കണം 1-ാം സ്ഥാനം. കൈയടിച്ച് കർത്താവേ കർത്താവേ യേശുവേ കർത്താവേ അത് ഇങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഈ രാജീവ് ശിവാനന്ദൻ്റെ സാക്ഷ്യങ്ങൾ പിന്നെയും ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മകളുണ്ട്. ഈ മകളെ അവൾക്ക് ഫിക്സ് വന്നു. 2.5 വയസ്സായിട്ട് ഉണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അവൾക്ക് ജനിച്ചപ്പോൾ തന്നെ ഫിക്സായിപ്പോയി. അപസ്മാരം പോലെ സംഭവത്തിൽ ബ്രെയിനിലെത്ത് ഒത്തിരിയേറെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അത് കാരണം കുഞ്ഞ് സ്വന്തമായിട്ട് നടക്കണില്ല, സംസാരിക്കണില്ല. വിശന്നാൽ തന്നെയും അത് പറയത്തില്ല. അപ്പൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് പോയി ഭക്ഷണം കാണിച്ചു കൊടുക്കുകയുള്ളൂ, പറയത്തില്ല. എന്ത് സങ്കടമായിരിക്കും, വല്ലാത്ത സങ്കടമാണ്. അപ്പോൾ ദൈവത്തെ കപ്പൽ വെച്ച് മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുമ്പോൾ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചിരിക്കണത്? കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അധികം ഫലം പുറപ്പെടുവിക്കാൻ ഞാനതിനെ വെട്ടി ഒരുക്കും. മുന്തിരിച്ചെടി ശാഖകളും പറഞ്ഞപ്പോൾ ഈശോ പറഞ്ഞതാണ്, ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി ഞാനതിനെ വെട്ടി. ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളുള്ളതാണ്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തേക്കണം, എല്ലാം മിഠായിയാണ്, എല്ലാം മധുരമാണെന്ന് പറഞ്ഞിരിക്കരുത്. ചില കഴിച്ച അനുഭവങ്ങളുടെ ദൈവം തന്നെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോകും. യോഹന്നാൻ 15:2
എന്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ പറയണത് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പിന്നെ എനിക്ക് പിന്നെ ക്ലേശങ്ങളാണല്ലോ എന്ന് പറയരുത്. നിങ്ങൾക്ക് ഫലം തരുന്നതിനെ ദൈവത്തിൻ്റെ സ്വഭാവം ഫലം ദൈവത്തിന് ഒരാളെ കാണുമ്പോൾ തന്നെ അറിയാം ഈ സാധനം ഫലം കായ്ക്കുമോ, ഈ ജന്മത്തെങ്കിലും കായ്ക്കുമോ എന്ന് ദൈവം കായ്ക്കത്തിൽ കഴിഞ്ഞാൽ പിന്നെ ദൈവം അവരെ വർക്ക് ചെയ്യത്തില്ല. നീ പട്ടിയോ പന്നിയോ ജീവിക്കണവരെ ജീവിച്ചോളാൻ പറയും, ഒരു പ്രശ്നമില്ല. അവനെ വിട്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. എന്തെങ്കിലും ദൈവ വിശ്വാസമോ ഇത്തിരി ഭക്തിയോ ദൈവസ്നേഹമോ ഉണ്ടെങ്കിൽ അത് ബലമാണ്. ആത്മാവിൻ്റെ ബലങ്ങളല്ലേ വിശ്വാസം, ആത്മാവിൻ്റെ ബലങ്ങളല്ലേ. ഗലാത്യർ 5:23 എടുത്ത് 5:23 22 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ. ഗലാത്യർ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇതെല്ലാം സ്നേഹത്തിൻ്റെ തന്നെ. സ്നേഹം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. സ്നേഹം വളരുന്നതനുസരിച്ചാണ് ഇതിൻ്റെ വ്യത്യസ്തമായ ശാഖകളായിട്ട് സ്നേഹം, ക്ഷമ, ദയ, നന്മ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ്? സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. കരുണയെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന സ്നേഹമാണ്. അതൊരു സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ദൈവം നിലനിൽക്കുന്നൊരു കുടുംബമാകണമെങ്കിൽ, വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹത്തിൽ വളരണം. പ്രാർത്ഥിക്കുക, കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തത്, നീ എന്നെ ഉടമ്പടിയിലേക്ക് ക്ഷണിച്ചത്, ഭൗതിക പദാർത്ഥങ്ങള്, ഭൗതിക സാഹചര്യങ്ങള് വളരുക എന്നതിനേക്കാൾ നിത്യത ലക്ഷ്യമാക്കി ദൈവസ്നേഹത്തില് എന്നെ വളർത്താനാണെന്നുള്ള തിരിച്ചറിവ് നൽകുന്നതിന് നന്ദി പറയുന്നു. അതാ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ സന്തോഷത്തോടെ എന്റെ ഉള്ളിൽ വസിക്കണമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
ഹല്ലേലൂയ 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 പുറപ്പാടിൻ്റെ പുസ്തകം 33:16. പുറപ്പാടിൻ്റെ പുസ്തകം 33 അധ്യായം 16 വാക്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? എന്തൊരു വലിയ ദൈവജ്ഞാനമാണ് ഈ പുറപ്പാട് 33:16 എന്താ പറയണത്? പരിശുദ്ധാത്മാവിന്റെ വചനം എന്താ പറയണത്? അങ്ങ് പോരുന്നില്ലെങ്കിൽ പറഞ്ഞേ, അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ അറിയും? ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്ന് അറിയാൻ only one sign, that sign of presence. ഒരു വചനം മാത്രമേ ഉള്ളൂ, ഒരു അടയാളം മാത്രമേ ഉള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ സംപ്രീതനാണെന്നറിയാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളം മാത്രമേ ഉള്ളൂ. അപ്പം നിനക്ക് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഉടമ്പടി പോലെ. ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 38 കൊല്ലമായി. 38 വർഷത്തിനുള്ളിൽ എന്തുമാത്രമല്ല, വിദേശത്തും സ്വദേശത്തും നാട്ടിലും എല്ലാം എന്തുമാത്രം ആയിരക്കണക്കിന് ധ്യാനം നടത്തിയിട്ടുണ്ട്. 21 ലക്ഷത്തോളം മനുഷ്യരെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ച് അവരെ കൗൺസിലിംഗ്, പ്രാർത്ഥന കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉടമ്പടി പോലെ സർവ്വജനങ്ങളും ഇപ്പം കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട് നടന്ന മംഗളവാർത്തയിൽ ആദ്യം ദൈവം വെളിപ്പെടുത്തുന്ന സത്യം എന്താണ്? അവൻ്റെ നാമം സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള പറഞ്ഞേ സകല ജനതകൾക്ക് വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അത് തന്നെ മനസ്സിലാകും സകല ജനങ്ങൾക്ക്, നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, പിന്നെ ഫോർ ദ പീപ്പിൾ ടോട്ടാലിറ്റി, എല്ലാ ടോട്ടലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ക്രിസ്തു. അതുകൊണ്ടാണ് ആരും എവിടെ നിന്ന് വിളിക്കുമ്പോഴും, ഇപ്പം തന്നെ രാജീവ് സദാനന്ദൻ്റെ വിഷയം, അദ്ദേഹം ഈ മകളപ്രതിയാണല്ലോ വന്ന് ഉടമ്പടി എടുക്കണത് അല്ലേ? പണ്ട് നമ്മൾ 15:2 വായിച്ചില്ലേ യോഹന്നാൻ്റെ സുവിശേഷം? എന്താണ്? കൂടുതൽ സ്നേഹിക്കുന്നവന് അല്ലെങ്കിൽ കൂടുതൽ ഫലം തരുന്നതിനെ, അത് കൂടുതൽ ഫലം തരുന്നതിനെ, അത് ദൈവത്തെ സ്നേഹിക്കുന്നവനെ, സ്നേഹം ഒരു ബലമാണല്ലോ അല്ലേ? ഗലാത്യർ 5:22 നമ്മൾ വായിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ബലങ്ങൾ എല്ലാവർക്കും അറിയാം. സ്നേഹം. അപ്പോൾ സ്നേഹം എന്താണ്? ദൈവസ്നേഹം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ ദൈവസ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്താണ്? ദൈവത്തിന് ഒന്നും മതി വരാത്ത ആളാണ്. എന്തുമാത്രം മതി വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ദൈവ പൈതല് അത് മിണ്ടാണ്ടിരിക്കണതാണ് ഭേദം. കർത്താവ് പറഞ്ഞൊരു വാക്ക് എപ്പോഴും കൂടം പോലെ എൻ്റെ ചങ്കിനടിക്കും. എന്താ ഈശോ പറഞ്ഞത്? ബി പെർഫെക്റ്റ് as your heavenly father is perfect. അതായത് നിൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെയും നിങ്ങളും പരിപൂർണരായിരിക്കും. അപ്പം മതിവരാത്ത ദൈവം. ദൈവത്തെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കാമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഭർത്താവിനെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. ഭാര്യയെ സ്നേഹിച്ചാൽ ആ സ്നേഹം എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. മക്കളെ സ്നേഹിച്ചാൽ എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. ദൈവത്തെ സ്നേഹിച്ചാൽ ഒരിടത്തും കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ദൈവം വീണ്ടും വീണ്ടും നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവൽ വർദ്ധിപ്പിക്കാൻ നോക്കും. എന്താ കാരണം എന്നറിയാവോ? സ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിൻ്റെ കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കൃപ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് കൊണ്ട് മഹത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതിനാണ് നിത്യത എന്ന് പറയുന്നത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
ഞങ്ങൾ ദൈവ സ്നേഹം നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. നാഥാ നീ മതി എനിക്ക്. നിൻ കൃപ മതി എനിക്ക്. ഈ മരിയാത്രിയെ ഈ മറുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ മരിയാത്രയെ ഈ മറുയാത്രയിൽ തിരുകൃപ മതി എനിക്ക്. നമുക്ക് ഈ ഉൽപ്പത്തി 30 നിങ്ങൾക്ക് എൻ്റെ മക്കളെ അച്ഛൻ പറയണത് വെള്ളം ചേർക്കാത്ത കർത്താവിൻ്റെ മനസ്സാണ്, വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശുദ്ധിയിലേക്കും വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് ദൈവസ്നേഹമുണ്ടല്ലോ, ഞാൻ ഓക്കെ ആണല്ലോ, എനിക്ക് വിശ്വാസമുണ്ടല്ലോ. പക്ഷെ ദൈവം ഓക്കെ അല്ല. ദൈവം ഓക്കെ അല്ല. ദൈവം എന്താ പറയണത്? ദൈവം 15 വർക്കൗട്ട് ചെയ്യും. എന്താ പറയണത്? ഫലം തരുന്നതിന് കൂടുതൽ ദൈവസ്നേഹമുള്ളതിന് കൂടുതൽ ദൈവസ്നേഹം ഉണ്ടാകാൻ വെട്ടി ഒരുക്കും. രാജീവ് സദാനന്ദന് എന്താ പറ്റിയത്? ജനിച്ച കുഞ്ഞ് അവനെ എന്ത് പറ്റി? അവന് വെട്ടി കിട്ടിയ പോലെയായിപ്പോയി. എന്താ കാര്യം? അവന് ഫിക്സാ, ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവൻ എന്ത് ചെയ്യും? അവന് ഉടമ്പടി എടുക്കാൻ ഒരു അവസരമായത്. അത്രയും നേരം അവന് കേവല ദൈവസ്നേഹം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും കേവല ദൈവസ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങളെ കേവല ദൈവസ്നേഹം ഉണ്ടായിട്ട് നിങ്ങൾ ഉടമ്പടിയിലേക്ക് ദൈവം വിളിക്കുമ്പോൾ ദൈവമാണ് വിളിക്കുന്നത്. ഉപരി ദൈവസ്നേഹത്തിലേക്ക് വിളിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ വിളിയാണ് നിന്നെ നിത്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ശ്രദ്ധിക്കട്ടെ. നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. നല്ല ശിഷ്യരാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എൻ്റെ ദൈവപൈതലെ, അതായത് നിൻ്റെ അനുദിന ജീവിതം ദൈവം ക്രമീകരിക്കും. തീർച്ചയായിട്ടും നിന്റെ അനുദിന ജീവിതം നീ വിചാരിക്കുന്നതിനേക്കാളും മനോഹരമായി ക്രമീകരിക്കും. പക്ഷെ നിനക്ക് ദൈവസ്നേഹം വളരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, അത് നിനക്ക് നൽകാനുള്ള സൗകര്യവും സമയവും ഇതാണെങ്കിൽ ദൈവം ഇപ്പോഴേ വെട്ടത്തോളം നിന്നെ. നീ വിചാരിക്കരുത് വയസ്സായി കഴിയുമ്പോൾ ദൈവത്തെങ്കിലേക്ക് വരാമെന്ന്. ദൈവത്തിന് വേണ്ട. മനസ്സിലായില്ലേ? നീ വിചാരിക്കണം പലർക്കും സംഭവം. അതുകൊണ്ടാണ് യുവാവേ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, യുവാവേ നീ നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ ദൈവത്തെ അറിയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് വെട്ടിമടിക്കാനാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? യുവാവേ, അതായത് നീ നിൻ്റെ മക്കളെ ചില പറയത്തില്ലേ, ചില ഈശോയോട് ഓരോരുത്തരും ഈശോ വിളിക്കുക പറയും, ഞാൻ പെണ്ണ് കെട്ടി, എനിക്ക് ഭാര്യയെ നോക്കാൻ പോകണം, ഭർത്താവിനെ നോക്കാൻ പോകണം, ഞാൻ ഏറെ കാളകളെ വാങ്ങിച്ചു, എനിക്ക് ഉഴുത് നോക്കാൻ പോകണം എന്നൊക്കെ പറയത്തില്ലേ. നീ പോയി പെണ്ണ് നോക്കണമെന്ന് പറയും. നിന്നെ ആരും വിളിച്ചെന്ന് ചോദിക്കും. അങ്ങനെ സ്വന്തം എന്താ പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാരെ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങൾ സ്വന്തം പോർട്ട്ഫോളിയോ ആവശ്യമുള്ള ആൾക്കാരില്ലേ, അവരെ നിങ്ങൾ വരുമ്പോൾ തന്നെ അറിയാം. ചിലപ്പോൾ നക്കാപ്പിച്ച വല്ല അനുഗ്രഹങ്ങളൊക്കെ തന്ന് വിട്ടേച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കളയും. കാര്യം ഈ സാധനത്തെ കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് ദൈവത്തിന് അറിയാം. അതാണ് എൻ്റെ വിഷയം. അതാണ് അത് നമ്മൾ ദൈവത്തോട് അടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച്. കാര്യം നിത്യതയാണ്. ഈ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സാഹചര്യം എന്താണ്? കർത്താവ് എന്താ പറഞ്ഞത്? എന്നോട് കൂടെ സഹിക്കുന്നവർ എന്നോട് കൂടെ നേടും. എന്താ പറയുക? നിത്യതയെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യതയ്ക്ക് വേണ്ടി നിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടക്കാൻ പറയും. ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചോണ്ടിരിക്കണം. ഞാനിങ്ങനെ അടച്ചടച്ച് തളർന്നിരിക്കും.
പല കാര്യമുണ്ട് എനിക്ക് കിട്ടിയ അസുഖം വരാൻ, പല കാര്യമുണ്ട്. അധികം മുഴുവനും തിണർത്ത് ആപ്പെടുന്ന അസുഖൂടാലിയായിരിക്കും. ഈ ക്രിസ്മസിന് ദിവസം സംഭവിച്ചതാണ് മുഴുവനും. ഒരു കാര്യമില്ല, മുഴുവനും ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് ആകപ്പെടുകളായി. അപ്പോൾ എന്ത് സംഭവം? അതായത് നമ്മൾ ക്രിസ്മസിനേക്കാൾ വലുതാണ് നമുക്ക് ദൈവം. അതാണ് വിഷയം. അത് വെരി അതാണ് പ്രശ്നം. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയാണ്. നമുക്ക് പണിയുണ്ടാക്കല്ലേ കർത്താവേ, ഞങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകണേ, അപ്പം വെള്ളമടിക്കല്ലേ, അമ്മ പ്രശ്നം ഉണ്ടാക്കല്ലേ. നമ്മൾ ദൈവത്തെ ഉപയോഗിക്കുന്നത് നമ്മുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ദൈവം നമ്മളെ ഉപയോഗിക്കുന്നത് നമുക്ക് നിത്യതയ്ക്ക് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളെ കൂടുതൽ വെട്ടിയൊരുക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രാജീവ് ശിവാനന്ദൻ്റെ കുഞ്ഞിന് ഈ അസുഖം വന്നപ്പോൾ അവൻ ഉടമ്പടി എടുത്ത്. ഉടമ്പടി എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്, കൊച്ചു സംസാരിക്കാത്തത് കൊണ്ട് മാത്രമില്ല, കുഞ്ഞിൻ്റെ കാലിൽ ഒരു മുഴ വന്നു. അതാണ് പ്രശ്നം. അപ്പോൾ അതെന്തോ എങ്ങോട്ടായി മുഴ പോകണമെന്ന് അറിയാൻ പാടില്ലാതെ വിഷമിച്ച് വന്നിട്ട് പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയെല്ലാം വീട്ടിൽ കൊണ്ടുപോയി വെച്ചും പുള്ളിക്കാരൻ ഇവിടെ വരുമ്പോൾ അതായത് ദൈവത്തിൻ്റെ ഒരു അദ്ദേഹം പറയുന്നുണ്ടത്, ഇത് ഞാൻ ഇവിടെ വന്നു എന്ന് ഞാൻ പറയണില്ല, ദൈവം എന്നെ കൊണ്ടുവന്നു. കാര്യം ഇന്നൊരു മനുഷ്യന് വരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇടമാണിതെന്ന് എനിക്ക് മനസ്സിലായി. ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നല്ല രസമാണ്. അത് ഒരു മനുഷ്യന് ദൈവത്തെ അറിയുന്ന മനുഷ്യനെ, അന്വേഷിക്കുന്ന മനുഷ്യനെ വരാൻ പറ്റിയ ഏറ്റവും ടോപ്പ് ടൈമാണ്, ടോപ്പ് പ്ലേസാണ് അത്. അതായത് അദ്ദേഹത്തെ ഒന്ന് ഫീൽ ചെയ്ത്, അതായത് എന്നിട്ട് ഈ മനുഷ്യൻ കൊണ്ടുപോയി ഈ ഉടമ്പടി തൈലം കൊണ്ടുപോയി അപ്പൻ്റെയും കുഞ്ഞിൻ്റെയും, അപ്പനെയും മുഴയാണ്, അതിങ്ങനെ വീർത്തി വരിക കാലിൽ, കപ്പലിൽ നിന്ന് കിട്ടിയതാണ്. കപ്പലെ പാമ്പൊന്നുമില്ല. പിന്നെ ഇത് എവിടുന്ന് ആരും എന്നെ കടിച്ചെന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞു. നിങ്ങൾ അതും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഇതുകൊണ്ട് കാണിക്കാനുള്ള പാട്ടി കാണിക്കാൻ പറഞ്ഞു. അദ്ദേഹം കൊണ്ടുവന്ന് ഇവിടെ കാണിച്ച് എന്നിട്ട് കൊണ്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി അങ്ങേരുടെ ആ മുഴുവനും പെരട്ടി, കുഞ്ഞിന് വേറെ എന്താ അസുഖമാണ്, കുഞ്ഞിനെ മുഴുവൻ പെരട്ടി. രാവിലെ എഴുതി നോക്കിയപ്പോൾ അങ്ങ് രണ്ടുപേരുടെ മൊഴി അപ്രത്യക്ഷമായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടരൊക്കെ സംസാരിച്ചു, ഇപ്പം കുഞ്ഞ് എന്തൊക്കെ തിങ്ങി വരുന്നുണ്ട്, ഇന്നലെങ്കിൽ നാളെ കുഞ്ഞ് സംസാരിക്കുമെന്ന് അമ്മ സംസാരിപ്പിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം പറയുന്നതിൻ്റെ അകത്ത് മുഴുവനും ഇങ്ങനെ ഒരു ദൈവ അനുഗ്രഹത്തിൻ്റെ ലെവലിനേക്കാൾ ഉപരി ദൈവത്തെ അനുഭവിക്കാൻ, കണ്ടുമുട്ടാൻ കഴിഞ്ഞതിൽ, അഭിമുഖീകരിക്കാൻ കഴിഞ്ഞതിൽ, ഒരു കൃത്യമായ ഒരു സ്ഥലത്ത് വന്ന് ദൈവത്തെ അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിനൊരു സമയം കുറിച്ച് കിട്ടിയതിൽ ആ ജീവിതം കൊണ്ട് അദ്ദേഹം സന്തോഷിക്കുന്ന നമുക്ക് ആ സാക്ഷ്യത്തിൽ നിന്ന് അതിൻ്റെ ഒരു ഇലമർമ്മരം നമുക്ക് കേൾക്കാൻ പറ്റും. അദ്ദേഹം അങ്ങനെ സന്തോഷിച്ച് അത് പറയണത് മുഴുവനും, അദ്ദേഹത്തിൻ്റെ ടോക്ക് മുഴുവനും വളരെ ഹൃദ്യമായ അഭിഷേക സന്തോഷത്തിലാണത് പറയണതെല്ലാം. കാര്യം ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയും. അപ്പോഴെന്താണ് ഈ കൂടുതൽ ഫലം പ്രകടിപ്പിച്ച്, ഈ മനുഷ്യൻ ആരും പഠിപ്പിക്കാതെ തന്നെ ദൈവം നേരിട്ട് പഠിപ്പിച്ച ആളാണ്. പക്ഷേ ദൈവത്തെ അത് മുതലാകാഞ്ഞത് കൊണ്ടാണ് ഉടമ്പടി എടുപ്പിച്ചിരിക്കുന്നത്. ഉടമ്പടി എടുപ്പിച്ചപ്പോൾ തന്നെ അടയാളം കാണിച്ച്, ഉടമ്പടി എടുപ്പിച്ചതിനെ അടയാളം കാണിച്ചിട്ട് പിന്നെ രസമുണ്ട്. ഈ മനുഷ്യൻ്റെ മകൻ അതായത് വസ്കുലർ എന്നാ പരിപാടി, കാർഡിയോ വസ്കുലർ സർജറി പഠിക്കുകയാണ്. ജിഗ്മറിൻ്റെ മെഡിക്കൽ കോളേജ് പഠിക്കുക. ഇന്ത്യയിലെ 2ാമത്തെ മെഡിക്കൽ കോളേജാണ്. ഓൾ ഇന്ത്യ മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ജിഗ്മറാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള സ്ഥാപനം. അപ്പോൾ അവിടെ കാർഡിയോ വസ്കുലർ സർജറിയൊക്കെ പഠിക്കുകയാണ്. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ 2 അടയാളം കണ്ടപ്പോൾ ഇയാൾ ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ഫീൽ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് എന്നാണ് എൻ്റെ അർത്ഥം. പ്രസൻസ് നമ്മൾ മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കും. അതാണ് ഉടമ്പടിയുടെ പ്രശ്നം.
ഉടമ്പടി ചങ്കെക്കൊണ്ട് കൃത്യമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് വ്യക്തികളും തമ്മിൽ ഇപ്പോഴും വ്യത്യാസമൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലല്ല. എന്തൊക്കെ ഇവിടെ കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന കാര്യം സത്യമാണ്, അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. കാര്യം പേപ്പർ കയ്യിലുണ്ടല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അത് രജിസ്റ്റർ ആയിട്ടില്ല. ഉടമ്പടി രജിസ്റ്റർ ആയാൽ നമുക്കറിയാൻ പറ്റും, സാന്നിധ്യം ഫീൽ ചെയ്യും. വീട്ടിലെ ഉടമ്പടി രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ ഉടനെ സാന്നിധ്യം ഫീൽ ചെയ്യും. അപ്പോൾ ഈ രാജീവ് സദാനന്ദൻ പറയുന്നുണ്ട്, അതായത് ഇടീ നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കുന്നുണ്ട്. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് മകനും അയാൾക്കൊരു സുഗന്ധാഭിഷേകം തോന്നിയപ്പോൾ അയാൾ വൈഫിനോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്യുന്നുണ്ടോ? അവൻ എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പം മകൻ പറഞ്ഞ്, അപ്പാ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തോ ഒരു വല്ലാത്ത സുഗന്ധം, നമുക്ക് കേൾക്കാത്തൊരു സുഗന്ധം. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രസൻസാണ്, പ്രസൻസ്. ഈ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, പ്രസൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണത്, പിന്നെ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ, മറ്റ് വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമാകും. അതാണ് നമ്മൾ ഈ പുറപ്പാട് വായിച്ചത്. ഒന്ന് വായിച്ചേ, പുറപ്പാട് 33:16. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങയുടെ ജനത്തിൽ സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞേ, അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് പ്രശ്നം. ഈ നമ്മൾ വ്യത്യസ്തമാക്കണത് എന്താണ്? പ്രസൻസാണ്. നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ IELTS എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കു നടക്കരുത്. പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അല്ല, നമ്മളേക്ക് വരുന്ന പ്രശ്നം നമ്മൾ ആ വിഷയത്തിലാണല്ലോ വരുന്നത്. മള കെട്ടിക്കണേ എടുത്തി വന്ന് ഉടമ്പടി എടുത്താൽ മള കെട്ടിക്കണേ. പിന്നെ അടുത്ത പ്രാവശ്യം ഉടമ്പെടുക്കും, മാള പ്രസവിക്കണേ, തീർന്ന്. ഈ ചേടത്തിന് മിക്കവാറും കാലപ്പഴി നടത്തിട്ടടിക്കാൻ സാധ്യതയുണ്ട് ദൈവം. കാര്യം എന്താണ്? ഇവർ വയറ്റിപ്പഴപ്പ് ക്രിസ്ത്യാനിയാണ്. ഇവർ ആ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ വേണ്ട, മള കെട്ടിച്ചാൽ മതി, മള പ്രസവിച്ചാൽ മതി, നാളെ ഇല്ലേക്ക് അതിന് കെട്ടിയെടുത്ത് ഉടമ്പെടുക്കേണ്ട കാര്യമില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പെടുക്കുമ്പോൾ ആദ്യം ഇവിടെ ദൈവത്തെ അറിയുന്നത് പറഞ്ഞാൽ പ്രസൻസ്. ഐ നീഡ് യുവർ പ്രസൻസ്. ഐ വാണ്ട് യു ഡിഫറെൻറ്റ്. I want be a different family. I don't be a different person. എന്താണ്? I need your presence. എനിക്ക് നിൻ്റെ സാന്നിധ്യം വേണം.